ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഇതാണ് കേട്ടോ. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആണ്. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഓഫ് ദ 18th സെഞ്ച്വറി. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു, റോബിൻസൺ ക്രൂസോയുടെ ഒരു ചാപ്റ്റർ നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു അല്ലേ. റോബിൻസൺ ക്രൂസോയുടെ 5 ചാപ്റ്റേഴ്സ് തീർത്തിരുന്നു കേട്ടോ. അത് ഏതൊക്കെയായിരുന്നു? റോബിൻസൺ ക്രൂസോ, വർക്ക് ആൻഡ് റോബിൻസൺ ക്രൂസോ അല്ലെ, രണ്ടെണ്ണം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ റോബിൻസൺ ക്രൂസോയുടെ അനാലിസിസ് നോക്കിയിട്ടുണ്ടായിരുന്നു, തീംസ് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാരക്ടർ അനാലിസിസ് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ അതൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഓൾറെഡി പറഞ്ഞതുപോലെ ടെക്സ്റ്റ് അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജോനാഥൻ സ്വിഫ്റ്റിന്റെ നമ്മൾ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര, നിങ്ങൾ ആ ടെക്സ്റ്റ് കണ്ടിട്ടുള്ളവർക്കറിയാം, അത് ഭയങ്കര വലിയ ഒരു ടെക്സ്റ്റ് ആണ്. അതായത് ഓരോ യൂണിറ്റിലും അല്ലെ, നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് ആണ്? 5 ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. 5 ഭാഗങ്ങളായിട്ട് ആ ബുക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഓരോ യൂണിറ്റിലും 8 ചാപ്റ്റേഴ്സ്, 10 ചാപ്റ്റേഴ്സ്, 11 ചാപ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് സബ് ഡിവിഷൻസും ഉള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ ഈ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന ടെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ അരിച്ചു പെറുക്കി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയേണ്ടത് എന്താണ് ഗളിവേഴ്സ് ട്രാവൽസ് എന്ന ബുക്ക് അല്ലെ. വാട്ട് ഈസ് എ സമ്മറി ഓഫ് ദ ടെക്സ്റ്റ്, വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഇൻസൈഡ് ദ ടെക്സ്റ്റ്, ആൻഡ് വാട്ട് ആർ ദ എന്താണ് നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസിന്റെ എന്താണ് അതിന്റെ വോയേജ് അല്ലെ. അതായത് ഗളിവർ ട്രാവൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം അല്ലെ. അപ്പൊ എവിടെയൊക്കെ പോയി, ഏതൊക്കെ ഐലൻഡിലാണ് അദ്ദേഹം പെട്ടത്, അവിടെ അദ്ദേഹത്തിനുണ്ടായ എക്സ്പീരിയൻസസ്, അങ്ങനെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് നമ്മളോട് ഈ ഒരു ടെക്സ്റ്റിൽ പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് റോബിൻസൺ ക്രൂസോ കഴിഞ്ഞതുപോലെ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസിന്റെ സമ്മറിയാണ് ഇന്നും അനലൈസ് ചെയ്യുന്നത് കേട്ടോ. സമ്മറി നോക്കുന്നുണ്ട്, പിന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിനകത്ത് നോക്കാൻ പോകുന്നത് അതിനകത്തെ 2-3 തീംസ് അല്ലെ, മെയിൻ ആയിട്ട് എന്തിനെ കുറിച്ചാണ് ആ ഒരു നോവല് സംസാരിക്കുന്നത് എന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരാം, നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസിന്റെ ടെക്സ്റ്റ്. അപ്പോൾ ഇതിന്റെ ഏറ്റവും ചുരുക്കത്തിൽ നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ചെമുവൽ ഗള്ളിവർ, ഓക്കെ, ലെമുവൽ ഗള്ളിവർ എന്ന സാങ്കല്പിക വ്യക്തി, ഒരു ഇമാജിനറി കഥാപാത്രമാണ് ഈ ഗളിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗളിവർ അദ്ദേഹത്തിന്റെ ഒരു യാത്രാ വിവരണമാണ് ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അദ്ദേഹം ഇതിന് 4 ഭാഗങ്ങളുണ്ട്. ഈ ഗളിവേഴ്സ് ട്രാവൽസിന് 4 ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഓരോ ഐലൻഡിൽ എത്തിച്ചേരുന്നു. ആദ്യമായിട്ട് അദ്ദേഹം എത്തിച്ചേരുന്ന എവിടെയാണ്? ലില്ലിപുട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. പിന്നെ അദ്ദേഹം എത്തിച്ചേരുന്നത് ബ്രോഡ്വിക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ബ്രോഡ്വിക്കം, അതിന്റെ സ്പെല്ലിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, നിങ്ങൾ അതൊന്ന് നന്നായിട്ട് എഴുതി നോക്കുക, കേട്ടത് കിട്ടുള്ളൂ. അപ്പൊ ബ്രോഡ്വിക്കം എന്ന് പറയുന്ന ഒരു ടൗണിൽ എത്തിച്ചേരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ കഥ പറയുന്നത് ലില്ലിപുട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണുന്നത് ഹൂയിനം നാട്ടിൽ, ഹൂയിനം എന്ന് പറയുന്നിട്ടുള്ള ഒരു നാട്ടിൽ അദ്ദേഹം എത്തിച്ചേരുന്നു. അവിടെയുള്ള അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു 4 അദ്ദേഹം പെട്ടതും അദ്ദേഹത്തിന് അവിടെ ഉണ്ടായ കുറച്ച് അവിടുത്തെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതും അവരുമായിട്ടുണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകളൊക്കെയാണ് ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ടും പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇദ്ദേഹം എവിടെയൊക്കെയാണ് പോയത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, സ്ഥലം പറഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കാം. ഗളിവേഴ്സ് ഗോസ് ഓൺ 4 സെപ്പറേറ്റ് വോയേജസ് ഇൻ ഗളിവേഴ്സ് ട്രാവൽസ്. അപ്പൊ ഗളിവേഴ്സ് ട്രാവൽസിൽ ഈ ഗളിവർ എങ്ങനെയാണ് 4 സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രാവലോഗുകളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം 4 സ്ഥലങ്ങളിൽ പെട്ട അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസുകളാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എന്തുണ്ട്? ഈച്ച് ജേർണി ഈസ് പ്രൊസീഡഡ് ബൈ എ സ്റ്റോൺ, ഓൾ voyages bringing new perspectives to Gulliver's life. അങ്ങനെ ഓരോ യാത്ര ചെയ്ത് അദ്ദേഹത്തിന് ഓരോ സ്ഥലത്ത് അദ്ദേഹം അപകടങ്ങളിൽ എത്തിച്ചേരുമ്പോഴും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് എന്താണ്, പുതിയ പുതിയ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ അദ്ദേഹത്തിന് അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്.
ഗളിവേഴ്സ് ലൈഫ് ആൻഡ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സറ്ററൈസിങ് ദ വേസ് ആൻഡ് ഇംഗ്ലണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിനെ അദ്ദേഹം അതിനകത്ത് കൂടി കളിയാക്കുകയാണ് അല്ലെ. അതായത് ഇംഗ്ലണ്ടിലെ ആൾക്കാരുടെ പെരുമാറ്റം, അവിടുത്തെ ആൾക്കാരുടെ ഓരോ മാനറിസംസ്, അതൊക്കെ അദ്ദേഹം ഈ ഒരു കഥയിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് വോയേജ് അല്ലെ, നമ്മൾ 4 പാർട്ടായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ലില്ലിപുട്ട് അല്ലെ. ലില്ലിപുട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് നമ്മളോട് പറയുക. ഓക്കെ, ദ ഫസ്റ്റ് വോയേജ് ടു ലില്ലിപുട്ട് വേർ ഗളിവർ ഈസ് ഹ്യൂജ് ആൻഡ് ലില്ലിപുട്ടിയൻസ് ആർ സ്മോൾ. അപ്പൊ ഈ ഗളിവറിന്റെ ഷിപ്പൊക്കെ തകർന്ന് അദ്ദേഹം ഈ ലില്ലിപുട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ അദ്ദേഹം ചെല്ലുകയാണ്. അപ്പൊ ഈ ലില്ലിപുട്ട് എങ്ങനെയാണ്? ലില്ലിപുട്ടില് അവിടെ ഉള്ള ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നായിരുന്നു പ്രത്യേകത? ആളുകളൊക്കെ അവര് ചെറിയ മനുഷ്യരാണ് അല്ലെ. നമ്മുടെ ഒരു മലയാളം ഫിലിം ഉണ്ടല്ലോ, അത്ഭുത ദ്വീപ് അല്ലെ. അപ്പൊ ആ ഫിലിമിൽ കണ്ടിട്ടില്ലേ, അവിടെയുള്ള മനുഷ്യരൊക്കെ ചെറിയ മനുഷ്യരാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ ലില്ലിപുട്ടിലും എന്തായിരുന്നു, അവിടെയുള്ള ആളുകളും വളരെ ചെറിയ ആളുകളായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഗളിവറിന് എങ്ങനെയായിരുന്നു? ഗളിവർ ഭയങ്കര ഒരു ഭീമാകാരനായിട്ടുള്ള ഒരു ആളെ പോലെയാണ് അവർക്ക് തോന്നിയത്. അപ്പൊ ഈ ഗളിവർ ഷിപ്പൊക്കെ തകർന്ന് ഗളിവർ അവരുടെ ആ ഒരു ഐലൻഡിൽ ചെന്ന് തീരത്തടിയുമ്പം അവിടുത്തെ ആളുകൾ എന്താ ചെയ്യുക? വളരെ രസകരമായിട്ടാണ് അത് പിക്ചറിൽ, നമുക്ക് പിക്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഫണ്ണി ആയിട്ട് നമുക്ക് തോന്നും. കാരണം ഗളിവർ ഇങ്ങനെ വലിയൊരു മല പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ വളരെ ചെറിയ മനുഷ്യർസ് ആണ് അല്ലെ. നമ്മുടെ കൈയുടെ അത്രയും നീളം, ഒരു 6 ഫീറ്റ് എന്നൊക്കെ പറയുമ്പോൾ ചെറുതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കൈവിരലിന്റെ വലിപ്പമുള്ള മനുഷ്യന്മാരൊക്കെ ആയിരിക്കും. അപ്പൊ അവരെന്താ ചെയ്യുക? അവര് ഗളിവറിനെ കാണാൻ വേണ്ടിയിട്ട് ഏണിയൊക്കെ വെച്ചിട്ട് ഗളിവറിന്റെ മേത്തേക്ക് കയറുന്നു, ഗളിവറിന്റെ ശ്വാസം ഉണ്ടോ എന്ന് നോക്കുന്നു. അതുപോലെ തന്നെ ഗളിവറിന്റെ എന്താണ് തലയിൽ കയറിയിരിക്കുന്നു. പിന്നെ ഗളിവറിന് ശ്വാസം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ഗളിവറിന്റെ മൂക്കിന്റെ അടുത്തൊക്കെ വരുന്നു. അപ്പൊ മൂക്കിന്റെ അടുത്ത് ഇങ്ങനെ വരുന്ന സമയത്താണ് ഗളിവർ ശ്വാസം എടുക്കുക. അപ്പൊ ഈ ശ്വാസത്തിന്റെ ശക്തി കൊണ്ട് കുറെ പേര് തെറിച്ച് നിലത്ത് വീഴുന്നു, അവർക്ക് പരിക്ക് പറ്റുന്നു. അങ്ങനെ വളരെ രസകരമായിട്ടാണ് ഗളിവറിന് ലില്ലിപുട്ട് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ. പിന്നെ എന്താണ്, അറ്റ് ഫസ്റ്റ് ദ ലില്ലിപുട്ടിയൻ സീം ആംബിയബിൾ. ആദ്യമായിട്ട് അവരെ കാണുമ്പോൾ അവർക്ക് എന്താ തോന്നുക? അവർക്ക് അത്ര ഫ്രണ്ട്ലി അല്ലാത്ത ഒരു അനുഭവമാണ് അവർക്ക് ഗളിവറുമായിട്ട് ഉണ്ടാവുക. അവർക്ക് ഭയങ്കര പേടിയായിരുന്നു അല്ല. ഇത്രയും വലിയൊരു ജീവിനെ അവരെന്താണ് ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെ. അപ്പൊ അവർക്ക് പേടിയാണ്, എന്തായിരിക്കും ഇദ്ദേഹം ചെയ്യാൻ പോവുക, ഇനി ഇത് എണീക്കുമ്പോൾ കടിക്കുവോ അല്ലെ. അങ്ങനെ അവർക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് അത്രയും വലിയൊരു ആളെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് ആദ്യമൊക്കെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ലായിരുന്നു ഗളിവറുമായിട്ട് ഉണ്ടായിരുന്നത് അല്ലെ. അവര് എണീക്കുമ്പോൾ അവരെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് വലിയ വടമൊക്കെ കൊണ്ടുവന്നിട്ട് കൈ രണ്ടും കെട്ടിയൊക്കെ വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് അവരുടെ ഒരു പേടി, അവർക്ക് എത്രത്തോളം ഭയമാണ് പുറമേ നിന്നുള്ള ഒരാള് അവരുടെ ഒരു ഐലൻഡിലേക്ക് വരുമ്പോൾ എന്ന് നമുക്ക് ആ ഒരു കാര്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും. പിന്നെ എന്താ സംഭവിച്ചത്? ബട്ട് ദ റീഡർ സൂൺ സീസ് ദം ഫോർ ദ റിഡിക്കുലസ് ആൻഡ് പെറ്റി ക്രിയേച്ചേഴ്സ് ദേ ആർ. പക്ഷെ നമ്മൾ ആദ്യം നമുക്ക് അവരെ അത്ര ഫ്രണ്ട്ലി അല്ലാന്നൊക്കെ തോന്നും. പിന്നീട് നമ്മൾ ആ ഒരു കഥ ഇങ്ങനെ ലില്ലിപുട്ടിലുള്ള ആ ഗളിവറുടെ എക്സ്പീരിയൻസ് ഒക്കെ വായിച്ച് വരുമ്പോൾ നമുക്കത് ഭയങ്കര ഫണ്ണി അല്ലെ. അവർ ഭയങ്കര ഫണ്ണായിട്ടുള്ള കുറച്ച് ക്രിയേറ്റേഴ്സ് ആയിട്ട്, കുറച്ച് ക്യാരക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഗളിവർ ട്രീസൺ ഫോർ മേക്കിംഗ് വാട്ടർ ഇൻ ദ ക്യാപിറ്റൽ എമംഗ് അതർ ക്രൈംസ്. അപ്പോൾ ഗളിവറിന് എന്താണ്, ഗളിവർ ഭയങ്കര അവരുമായിട്ട് പിന്നീട് ഭയങ്കര ചങ്ങാത്തം കൂടുന്നതും അവരെ എല്ലാവരെയും ഒരുപോലെ ഇങ്ങനെ സ്നേഹിക്കുകയും അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു ഗളിവറിന്റെ അനുഭവമാണ് നമ്മൾ ലില്ലിപുട്ട് എന്ന് പറയുന്ന ഗ്രാമത്തില് ഗളിവറിന് ഉണ്ടാകുന്നത്. ആ ഒരു കഥാവിവരണമാണ് നമ്മൾ എവിടെ കാണുന്നത്? നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഗ്രാമത്തിൽ എന്നിട്ട് അദ്ദേഹത്തിന് ഇതുപോലത്തെ കുറെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ നോവൽ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമ്മൾ മെയിൻലി എന്താണ് ഗളിവേഴ്സ് ട്രാവൽസ് എന്നൊരു സമ്മറിയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന് രണ്ടാമത്തെ യാത്രയുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ യാത്ര ടു ലില്ലിപുട്ട് എന്ന് പറഞ്ഞു അല്ലെ. ആൻഡ് ഹി ഷെയർസ് ഹിസ് എക്സ്പീരിയൻസസ് ആൻഡ് ഹി ഫൈൻഡ് സം സ്മോൾ ക്രിയേച്ചേഴ്സ് ദെയർ അല്ലെ. വളരെ ചെറിയ മനുഷ്യന്മാരെ പരിചയപ്പെടുന്നു, അവരുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ദ സെക്കൻഡ് വോയേജ് ഈസ് ടു ബ്രോഡ്ബിംഗ്ഹാം, എ ലാൻഡ് ഓഫ് ജയന്റ്സ് വെയർ ഗളിവർ സീംസ് ആസ് സ്മോൾ ആസ് ദ ലില്ലിപുട്ടിയൻസ്. ഇനി ആദ്യത്തെ ദ്വീപില് അദ്ദേഹമായിരുന്നു ഏറ്റവും വലിയ ആള് അല്ലെ. പിന്നെ അവിടെ നിന്നും അദ്ദേഹം പോയിട്ട് പിന്നെയും ഒരു ഷിപ്പ്‌റോക്ക് ഒക്കെ ഉണ്ടാവുമ്പോൾ അപകടം ഉണ്ടായിട്ട് അദ്ദേഹം പിന്നീട് ചെന്നെത്തുന്നത് എവിടെയാണ്? ബ്രോഡ്ബിംഗ്ഹാം എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ്. ആ ഐലൻഡിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഗളിവർ ആണ് ഏറ്റവും ചെറിയ മനുഷ്യൻ എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഭയങ്കര വലിയ ജയന്റ്സിനെ പോലെ, വലിയ രാക്ഷസന്മാരെ പോലെയുള്ള
ആളുകളായിരുന്നു. അപ്പോൾ ഗളിവർക്ക് എന്താ തോന്നിയത്, ഞാനിപ്പം ലില്ലിപുട്ടിലെ ആളുകളെ പോലെ ഇത്ര ചെറുതാണ്, എത്രയോ വലിയവരാണ് ഇവിടെയുള്ള ഈ ആളുകൾ എന്ന് അദ്ദേഹം ചിന്തിക്കും. As small as Lilliputians were to him, Gulliver is afraid, but his schemes are surprisingly gentle. He is anointed by the king when he is made to see the difference between how England is now and how it ought to be. അപ്പൊ അദ്ദേഹം അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആദ്യമൊക്കെ ഭയങ്കര ഒരു പേടിയൊക്കെ തോന്നും. പക്ഷെ സർപ്രൈസിംഗ്ലി എന്താണ്, അത് അത്ര പേടിക്കേണ്ട ഒരു അനുഭവം ഒന്നും അദ്ദേഹത്തിന് അവിടെ നിന്ന് ഉണ്ടാകുന്നില്ല. വളരെ കൂളായിട്ട് അതും നമ്മുടെ ലില്ലിപുട്ടിയൻസിനെയൊക്കെ മാനേജ് പോയി ചെയ്തതുപോലെ ഇതും അദ്ദേഹത്തിന് അത് ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നു. അവിടെ അദ്ദേഹത്തിന് നല്ല എക്സ്പീരിയൻസുകളൊക്കെയാണ് ഉണ്ടാകുന്നത്. അദ്ദേഹം അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് നിങ്ങൾ വസിക്കുന്നു കുറച്ചു നാൾ. അതിനുശേഷം എന്ത് പറ്റുന്നുണ്ട്, പിന്നെ അദ്ദേഹം നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സിലൂടെ അദ്ദേഹം ഇംഗ്ലണ്ടിനെ കളിയാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇംഗ്ലണ്ട് രാജാവിന്റെ ആ ഒരു ഇപ്പത്തെ ഭരണത്തെയും അല്ലെ അവര് കൊണ്ടുവരുന്ന ആ ഒരു മാറ്റങ്ങളെയും ഒക്കെ അദ്ദേഹം ഈ കഥയുടെ ഇടയിലൂടെ അദ്ദേഹം പരിഹസിക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. ഗളിവേഴ്സ് റിയലൈസസ് how revolting he must be, how seem to be Lilliputians. അപ്പോൾ ഗളിവർ റിയലൈസ് ചെയ്യാണ് എന്തുകൊണ്ടാണ് ലില്ലിപുട്ടിയൻസ് എന്നോട് ഇത്ര കലാപമൊക്കെ കാണിച്ചത്, അല്ലെങ്കിൽ ഞാൻ അവരുടെ ദ്വീപിൽ ചെന്ന് പെട്ടപ്പോൾ അവരെന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ വളരെ വിചിത്രമായിട്ട് പെരുമാറിയതെന്ന് എപ്പോഴാണ് മനസ്സിലാകുന്നത്, നമ്മുടെ ഗളിവറിനേക്കാൾ ഭയാനകമായിട്ടുള്ള വലിയ മനുഷ്യരായിട്ടുള്ള ഈ ഒരു ബ്രോഡിംഗാമിലെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാകുന്നത് അല്ലെ. അപ്പൊ അപ്പോഴാണ് അദ്ദേഹം ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക അല്ലെ. ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും, അപ്പൊ പേടിയാണോ ആദ്യം തോന്നുക, എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യാന്ന് അദ്ദേഹം അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ദ്വീപിൽ പോയത്. ബ്രോഡ്ബിംഗാം എന്നാണ് പേര്. അവിടെ വളരെ വലിയ മനുഷ്യന്മാരാണ്, അവരുമായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ അദ്ദേഹം ഈ രണ്ടാമത്തെ ആക്ടിൽ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഗളിവറിന് എവിടെ ചെല്ലുന്നു, ഗളിവർ അടുത്ത ഒരു ദ്വീപില് ഗളിവർ എത്തിപ്പെടുകയാണ് കേട്ടോ. ബ്രോഡ്ബിംഗാമിലെ അവിടുത്തെ കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ യാത്രയൊക്കെ തുടരുമ്പോൾ അദ്ദേഹം എത്തിപ്പെടുന്നത് എവിടെയാണ്, ലപ്പൂട്ട എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്കാണ് അദ്ദേഹം എത്തിച്ചേരുന്നത് കേട്ടോ. ലപ്പൂട്ട എന്നാണ് പേര്. അപ്പൊ ഈ ലപ്പൂട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം, ഒഴുകി നടക്കുന്ന ദ്വീപ് എന്നുകൂടി ഈ ലപ്പൂട്ടയ്ക്ക് അർത്ഥമുണ്ട് കേട്ടോ. ഒഴുകി നടക്കുന്ന ദ്വീപ് എന്നാണ് അതിന് മീനിങ് വരിക. അപ്പൊ ഈ ലപ്പൂട്ടയ്ക്ക് എന്താണ്, Gulliver's third voyage is to Laputa in a visit to the land of Glabdrip. Gulliver is able to call up to the dead and discovers the deceptions of his story. അപ്പോൾ ഈ ഒരു ഐലൻഡിൽ ചെന്നപ്പം അദ്ദേഹത്തിന് എന്താണ്, അവിടുത്തെ ഐലൻഡിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഒരിക്കലും മരിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും മരണമില്ലാത്ത ആളുകളെയാണ് അദ്ദേഹത്തിന് അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. അവരുടെ പേരെന്താണ്, ഇൻ ലപ്പൂട്ട the people are overthinkers and are ridiculous in other ways. Also he made the Sturbrooks a race endowed with immortality. അങ്ങനെ ഒരിക്കലും മരിക്കില്ല എന്ന് ഒരു അനുഗ്രഹം കിട്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇമാജിനറി കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു ഹോഴ്സിന്റെ ഒരു എന്താണ് തലയും അങ്ങനെയുള്ള ജീവികളെയൊക്കെ അദ്ദേഹം അവിടെ വെച്ച് പരിചയപ്പെടുകയാണ് കേട്ടോ. അപ്പൊ അതുമായിട്ട് എന്ത് ഗളിവർ ചെയ്യുന്നു, ഗളിവേഴ്സ് ഡിസ്കവേഴ്സ് ദാറ്റ് ദേ ആർ മിസറബിൾ. പക്ഷെ അവര് അത്ര നല്ല ഒരു ക്രിയേറ്റേഴ്സ് അല്ല, അവര് കുറച്ച് മിസറബിൾ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആണ് എന്ന് ഗളിവർ അവിടെ വെച്ച് ഗളിവർ ഐഡന്റിഫൈ ചെയ്യുകയാണ്. പിന്നെ അവരുമായിട്ട് ഗളിവറിന് ഉണ്ടാകുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഹിസ് ഫോർത്ത് വോയേജ് ഈസ് ടു ദ ലാൻഡ് ഓഫ് ദ ഹോയ്മൻസ്. ഇനി അദ്ദേഹത്തിന്റെ അവസാനത്തെ യാത്ര എങ്ങോട്ടായിരുന്നു, അദ്ദേഹത്തിന് ഹോയ്മൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ലാൻഡിലേക്കാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അവിടെ എന്താണ് ഹോയ്മൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹോയ്മൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുതിരയാണ് കേട്ടോ. അതായത് മനുഷ്യന്റെ തലയുള്ള അല്ലെങ്കിൽ ഹോഴ്സ് വിത്ത് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഹുയ്മൻ എന്ന് പറയുക കേട്ടോ. അപ്പൊ ഈ ഹുയ്മന്റെ ഹുയ്നം ആ ഒരു ക്രിയേച്ചറുമായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഹു ആർ ഹോഴ്സസ് ആൻഡ് എൻഡോഡ് വിത്ത് ഡ്രസ്സ്. Their rational, clean and simple society is contrasted with flitters and brutality of the horse Yahus, beasts in human shape. അപ്പൊ ഇവര് ഭയങ്കര ബ്രൂട്ടൽ ആയിട്ട് പെരുമാറുന്ന കുറച്ച് ആളുകളൊക്കെയാണ് കേട്ടോ. ഈ യാഹൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോഴ്സ് പോലെയുള്ള മനുഷ്യന്റെ ഉടലും കഴുതയുടെ കുതിരയുടെ തലയുമുള്ള മനുഷ്യന്മാരെയൊക്കെയാണ് യാഹൂസ് എന്ന് പറയുന്നത്. ഗളിവേഴ്സ് reluctantly come to recognize their human voice. അപ്പൊ ഇവർക്ക് ഹ്യൂമന്റെ വോയിസ് ഒക്കെയാണ്. അപ്പൊ ഈ ഭയങ്കര വിചിത്രമായിട്ടുള്ള ഈ ഒരു ക്രിയേറ്റേഴ്സിനെയൊക്കെ കണ്ട് ഗളിവർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുകയാണ്. ഗളിവർ says with the Hoymans fair several years.
becoming completely entombed with them to the point that he never wants to leave. അങ്ങനെ ആദ്യമൊക്കെ അവരുമായിട്ടും ഭയങ്കരമായിട്ട് ഈ വിചിത്രമായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടിട്ട് ഗളിവർ അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അദ്ദേഹം അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരെ പിന്നീട് അദ്ദേഹം വിട്ടു പോരാനായിട്ട് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ളൊരു ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ അവർ എത്തിച്ചേരുന്നുണ്ട്. He is told that the time has come for him to leave the island. Gulliver faints them from grief. അപ്പൊ എന്ത് സംഭവിച്ചു? When he is told that the time has come for him to leave the island, അങ്ങനെ അവസാനം ഗളിവറിന് അവരുടെ ഐലൻഡിൽ നിന്നും പോകേണ്ട സമയമായപ്പോൾ എന്ത് സംഭവിച്ചു? ഗളിവർ ഫെയിൻറ്റ് ഫ്രം ഗ്രീഫ്. അങ്ങനെ ഗളിവർ അവരുടെ വിട്ടു പോകാനുള്ള ആ ഒരു വിഷമം മൂലം ഗളിവർ എന്ന് പറയും. അപ്പൊ അതുപോലെ ഒരു ദേഹാസ്വസ്ഥ്യം ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവരുമായിട്ട് വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഗളിവർ അവസാനം ആ ഒരു ഐലൻഡിലെ കണ്ടുമുട്ടുന്ന ഈ ഒരു ഹോഴ്സിന്റെ തലയുള്ള അല്ലെ ഹ്യൂമന്റെ ക്യാരക്ടറിസ്റ്റിക്സും വോയിസും ഒക്കെയുള്ള ഈ ഒരു ക്രിയേറ്റേഴ്സുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. Upon returning to England, Gulliver feels disgusted about other humans, including his own family. അങ്ങനെ ഇതൊക്കെ ഈ ഒരു എക്സ്പീരിയൻസുകളൊക്കെ കഴിഞ്ഞിട്ട് ഈ വോയേജുകളൊക്കെ കഴിഞ്ഞിട്ട് ഗളിവർ അവിടെ തിരിച്ചെത്തുന്നു. ഗളിവർ നാട്ടിൽ തിരിച്ചെത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഗളിവറിന്റെ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തുന്നു. ഗളിവറിന് ഭയങ്കരമായിട്ട് എന്താണ് ഒരു ഇത് തോന്നുകയാണ്, നമ്മൾ മനുഷ്യന്മാരാണ് ഏറ്റവും എന്താണ് മോശമായിട്ടുള്ള ഒരു പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നമ്മളാണ് ഫീൽസ് ഡിസ്കസ്റ്റഡ് അബൌട്ട് അതർ ഹ്യൂമൻസ് ഇൻക്ലൂഡിങ് ഹിസ് ഓൺ ഫാമിലി. അദ്ദേഹത്തിന് ഫാമിലിയുള്ള ആളുകളെ തന്നെ ഓർത്ത് തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു നാണക്കേടും ഇതൊക്കെ തോന്നുകയാണ്. അപ്പൊ അത്രയും കുറെ ആളുകളെ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അവരെ വെച്ചൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് കൊള്ളില്ലാത്തവരെ എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. ഇനി അപ്പൊ ഈ നാലാമത്തെ ഐലൻഡിൽ അദ്ദേഹത്തിന് ഉണ്ടായ എക്സ്പീരിയൻസുകളാണ് അദ്ദേഹം നമ്മളെ ഈ ഒരു ഫോർത്ത് ആക്ട് ആയിട്ടുള്ള ഏത് നാട്ടിലാണ്? ഹൂയിനം നാട്ടിൽ, ഹൂയിനം ലാൻഡ് എന്ന് പറയുന്ന അവിടെ അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഗളിവേഴ്സ് ട്രാവൽസിലെ വോയേജുകൾ അല്ലെ 4 ഐലൻഡുകളിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകളെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഈ ഒരു ക്യാരക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റും. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പരിചയപ്പെടുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് ഗളിവറുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, അതുകൊണ്ട് നമുക്ക് അത് ഓർത്ത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ആദ്യമായിട്ട് നോക്കിക്കേ, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ഗളിവർ അല്ലെ, നമ്മുടെ ഗളിവർ ആരാണ്? ക്യാപ്റ്റൻ ലെമുവൽ ഗളിവർ ദ നരേറ്റർ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെമുവൽ ഗളിവർ എന്നാണ്. അദ്ദേഹമാണ് ഇതിന്റെ ഒരു നരേറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ആരാണ്? ബ്ലിഫോസ്ബിയൻസ്. ബ്ലിഫോസ്ബിയൻസ് വെച്ചിട്ട് ആരാണ്? The sworn enemies of the Lilliputians. They live in a neighboring island. Gulliver flee to their island when the Lilliputians convict him of arson. അപ്പോ നമ്മുടെ ഈ ഒരു ലില്ലിപുട്ടിയൻസിന്റെ എനിമീസ് ആണ് ഈ ബ്ലിഫോസിഡിയൻസ് എന്ന് പറയുന്ന ആളുകൾ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ലില്ലിപുട്ടിയൻസിന് വേണ്ടിയിട്ട് ഗളിവർ അവരെ എന്താണ് യുദ്ധം നടത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നമ്മള് ഈ ബ്ലിഫോസിയൻസ് ആരാണെന്ന് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആരാണ്? ലില്ലിപുട്ടിയൻസിന്റെ എനിമീസിനെയാണ് ഈ ബ്ലിഫോസിഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രോഡ് ബിങ്കാം എന്ന് പറയുന്ന ആളുകളെയാണ് കേട്ടോ. അവരാരൊക്കെയാണ്? ദ ഇൻഹാബിറ്റൻസ് ഓഫ് ബ്രോഡ് ബിങ്കാം. അപ്പൊ ബ്രോഡ് ബിങ്കാം ഐലൻഡ് താമസക്കാരെയാണ് നമ്മൾ ബ്രോഡ് ബിങ്കാംസ് പറയുന്നത് കേട്ടോ. ദേ ആർ ജയന്റ് ക്രിയേറ്റേഴ്സ് റിലേറ്റഡ് ടു ഗളിവർ. അവര് ഭയങ്കര വലിയ മനുഷ്യന്മാരാണ് അല്ലെ. ഗളിവറിനേക്കാളും, ഗളിവർ തന്നെ ഭയങ്കര ഒരു ആചാരബാഹുവായിട്ടുള്ള മനുഷ്യനാണ്. ഗളിവറിനേക്കാളും വലിയ ജയന്റ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനെയാണ് നമ്മൾ ബ്രോഡ് ബിങ്കാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവര് ഗളിവറിന്റെ ഫ്രണ്ട്സ് ആണ് അല്ലെ. അടുത്ത എന്താണ്? ദ എംപറർ. എംപറർ ആരാണ്? ദ ലീഡർ ഓഫ് ലില്ലിപുട്ടിയൻസ്. അവിടെ ലില്ലിപുട്ടിലെ ആളുകൾ, ലില്ലിപുട്ടിയൻസ് എങ്ങനെയായിരുന്നു? വളരെ ചെറിയ മനുഷ്യന്മാരാണ് അല്ലെ. നമ്മളിവിടെ കുള്ളന്മാരെന്നൊക്കെ പറയുന്ന പോലെ ചെറിയ ക്രിയേറ്റേഴ്സ് ആണ്. അപ്പൊ അവരുടെ ലീഡറിനെയാണ് നമ്മൾ ഇവിടെ ലീഡർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. He initially is friendly towards Gulliver but changes his mind about him when Gulliver refuses to continue fighting Blefuscu and puts out a fire in the emperor's chamber by untilting on it. അപ്പൊ നമ്മുടെ ഈ ലില്ലിപുട്ടിയൻസിന്റെ ലീഡറിന് ആദ്യം എങ്ങനെയായിരുന്നു? ഗളിവറിനോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു അല്ലെ. ഗളിവർ ഇങ്ങനെ ഉപദ്രവിക്കൊന്നും ഇല്ല എന്നൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാവരും ഗളിവറിനോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇടപെടാനായിട്ട് തുടങ്ങി. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറുകയാണ്. ലില്ലിപുട്ടിയൻസിന്റെ ലീഡർ ആയിട്ടുള്ള എംപററിന്റെ മനസ്സ് ഇടയ്ക്കൊന്ന് മാറുന്നുണ്ട്. അത് എപ്പോഴാണ് സംഭവിക്കുക? ലില്ലിപുട്ടിയൻസിന്റെ എനിമി ആയിട്ടുള്ള അല്ലെ, ശത്രുവായിട്ടുള്ള ബ്ലിഫൂസിക്കെതിരെ നമ്മുടെ ഗളിവർ യുദ്ധം ചെയ്യാനായിട്ട് റെഡിയല്ല അല്ലെ. ഞാൻ അവരുമായിട്ട് ഒന്നിനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പിന്മാറാൻ ശ്രമിക്കുമ്പോൾ
ഈ എംപറർ അവിടെ ഗളിവർക്കെതിരെ തിരിയുന്നതായിട്ട് നമുക്ക് കഥയിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തായിട്ടാണ് ഫ്ലിംനാപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ. ഫ്ലിംനാപ്പ് അദ്ദേഹം ആരാണ്? ഗളിവേഴ്സ് എനിമി അറ്റ് ലില്ലിപുട്ട്. ഹി അക്യൂസസ് ഗളിവർ ബൈ സ്ലീപ്പിംഗ് വിത്ത് ഹിസ് വൈഫ്. അപ്പൊ ഈ ഫ്ലിംനാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലില്ലിപുട്ടിലുള്ള ഒരു ആളാണ്. അത് ഗളിവറിന്റെ എനിമിയാണ്, ഗളിവർക്കെതിരെ ശത്രുതയുള്ള ഒരാളാണ് നമ്മുടെ ഫ്ലിംനാപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ ചെയ്തത്? ഹി അക്യൂസസ് ഗളിവർ ഓഫ് സ്ലീപ്പിംഗ് വിത്ത് ഹിസ് വൈഫ്. അപ്പൊ ഗളിവർ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങി എന്നൊരു കുറ്റമാണ് ഈ ഫ്ലിംനാപ്പ് ഗളിവറിൽ കണ്ടെത്തുന്നത്. അങ്ങനെ അദ്ദേഹവുമായിട്ട് ശത്രുതയിലാവുന്നു. ഇനി അടുത്ത എന്താണ്? ഗ്ലംഡാൽക്ലിച്ച് അല്ലെ. ഗ്ലംഡാൽക്ലിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹം ആരാണ്? ദ നെയിം മീൻസ് ലിറ്റിൽ നേഴ്സ്. അപ്പൊ ഈ ഗ്ലംഡാൽക്ലിച്ച് എന്ന് പറയുന്ന ആ ഒരു പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് നേഴ്സ് എന്നാണ് അർത്ഥം കേട്ടോ. ലിറ്റിൽ നേഴ്സ് എന്നാണ് അതിന്റെ മീനിങ് വരിക. ഗളിവേഴ്സ് കോൾസ് ദ ഫാർമേഴ്സ് ഡോട്ടർ who cares for him during his stay in Broadbingham. അങ്ങനെ ഗളിവർ എന്ത് ചെയ്യുന്നുണ്ട്? ഗളിവർ called the farmer's daughter who cares for him during his stay in Broadbingham. അപ്പോൾ അദ്ദേഹം ബ്രോഡ്ബിംഗാമിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്ത ആ ഒരു ഇതിനെയാണ് നമ്മൾ ഗ്ലംഡാൽക്ലിച്ച് എന്ന് പറയുന്നത് കേട്ടോ. ഗ്ലംഡാൽക്ലിച്ച് എന്ന് പറയുന്ന നേഴ്സ് എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്ത എന്താണ്? മിസ് മേരി ബർട്ടൺ ഗളിവർ. അപ്പൊ ഈ മേരി ബർട്ടൺ ഗളിവർ എന്ന് വെച്ചാൽ ആരാണ്? ഗളിവറിന്റെ വൈഫിനെയാണ് നമ്മൾ പേര് വിളിക്കുക മേരി ബാർട്ടൺ ഗളിവർ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, അങ്ങനെ സ്വഭാവ ക്യാരക്ടറിസ്റ്റിക് ഒന്നും നമ്മൾ അറിയില്ല, പക്ഷെ ആ ക്യാരക്ടറിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പേരൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. എന്താണ്? മിസ് മേരി ബാർട്ടൺ ഗളിവർ എന്നാണ് പേര്. ഗളിവറിന്റെ വൈഫാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ നമ്മുടെ ഈ ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റോറിയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ലില്ലിപുട്ടിയൻസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെ. അപ്പൊ ലില്ലിപുട്ടിയൻസ് ആരാണ്? The inhabitants of Lilliput, they are about 5 to 6 inches old. അപ്പൊ ഒരു 5-6 ഇഞ്ചുകൾ മാത്രമേ ഉള്ളൂ അല്ലെ. 5 നീളം, വളരെ ചെറിയ മനുഷ്യന്മാരെയാണ് നമ്മൾ ലില്ലിപുട്ടിയൻസ് പറയാ. 6 to 5 feet അല്ല ഇഞ്ചസ് മാത്രമാണ് അവരുടെ പൊക്കം എന്ന് പറയുന്നത്. They are the sworn enemies of the blue Phocidians. അവര് ആരാണ്? നമ്മുടെ ലില്ലിപുട്ടിയൻസിന്റെ ശത്രുക്കളാണ്. അവർ ബോൺ എനിമീസ് ആണ്. അവർ ഭയങ്കരമായിട്ടുള്ള ശത്രുതയിലാണ് ലില്ലിപുട്ടിയൻസുമാർ. ഈ ഐലൻഡ് അവരുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഐലൻഡ് ആണ്. ലില്ലിപുട്ടിയൻസിന് അടുത്ത ഐലൻഡിലാണ് ഇവര് താമസിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന എന്താണ്? ഇതിനകത്ത് കുറച്ച് തീം എന്ന് പറയുന്നുണ്ട് അല്ലെ. തീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രധാനമായിട്ടും എന്തൊക്കെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ തീമിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ദ ബോഡി അല്ലെ, എന്താണ് അതിനകത്ത് മെയിൻ ആയിട്ട് ഒരു തീമായിട്ട് വരുന്ന കാര്യമാണ് കേട്ടോ. തീമുണ്ട്. പിന്നെ എന്താണ്? മോറൽ വേഴ്സസ് ഫിസിക്കൽ പവർ. അതായത് നമ്മുടെ മെന്റലി നമ്മൾ ഉപയോഗിക്കുന്ന പവറും അതുപോലെ ഫിസിക്കലി അല്ലെ നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള പവറും അതും എന്താണ് ഗളിവേഴ്സ് ട്രാവൽസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമാണ്. പിന്നെ എന്തുണ്ട്? ഓണസ്റ്റി സത്യസന്ധത, അതും നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസിലെ ഒരു തീമാണ്. പിന്നെ അടുത്തായിട്ട് വരിക ഇൻഡിവിജ്വലിസം വേഴ്സസ് കമ്മ്യൂണൽ സൊസൈറ്റി. അതും നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസിലെ ഇമ്പോർട്ടന്റ് കാര്യമാണ് കേട്ടോ. പിന്നെ എന്താണ്? ഹ്യൂമൻ നേച്ചർ. ഓക്കെ, ഹ്യൂമൻ നേച്ചറും നമ്മുടെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എന്തിലാണ് നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസിന്റെ തീമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദ ബോഡി എന്ന് പറയുന്ന ആ ഒരു തീമിനെ കുറിച്ചാണ്. അപ്പൊ ബോഡി എന്താണ്? ത്രൂ ഔട്ട് ഗളിവേഴ്സ് ട്രാവൽസ്, ഇങ്ങനെ ഈ കഥയുടെ മൊത്തം അല്ലെ, ആദ്യമായിട്ട് അദ്ദേഹം ചെന്നെത്തുന്ന ലില്ലിപുട്ട് തൊട്ട് അവസാനം അദ്ദേഹം ചെന്നെത്തുന്ന ഹൂനിനം നാട് അല്ലെ, ഹൂനിനം ഐലൻഡ് വരെ ഈ ബോഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ്? ത്രൂ ഔട്ട് ഗളിവേഴ്സ് ട്രാവൽസ് the narrator spends a great deal of time discussing the human body, going far as to detail his own urination and defecation. In each of the various lands to which Gulliver travels, he comes face to face with excrement. In Lilliput, he intrudes the queen's apartment to put out a fire. അങ്ങനെ അദ്ദേഹം ചെല്ലുന്ന ഓരോ നാട്ടിലും അല്ലെ, ആദ്യം 4 ഐലൻഡുകളിൽ അദ്ദേഹം എത്തിപ്പെടുന്നുണ്ട്. അദ്ദേഹം ചെല്ലുന്ന ഓരോ നാട്ടിലും എന്താണ്? നരേറ്റർ സ്പെൻസ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് ടൈം അല്ലെ. അദ്ദേഹം ഈ ഒരു ബോഡിക്ക് വേണ്ടി, ഹ്യൂമൻ ബോഡിയെ കുറിച്ച് പറയാനായിട്ട് നമ്മളോട് ഈ നരേറ്റർ നല്ല സമയം എടുക്കുന്നുണ്ട് ഓരോ കഥയിലും അല്ലെ. ആദ്യം ചെല്ലുന്നിടത്ത് നമ്മൾ ആ ഒരു ഇവരുടെ ഒരു ബോഡിനെ കുറിച്ച് പറയുമ്പോൾ
നമ്മുടെ ലില്ലിപുട്ടിയൻസ് വളരെ ചെറുതും നമ്മുടെ ഗളിവർ ഭയങ്കര വലുതുമാണ് അല്ലെ. അപ്പൊ അവനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ, നമ്മുടെ ഗളിവറിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് ഗളിവറുമായിട്ടൊന്ന് ഫ്രണ്ട്ലി ആവാൻ സമയം എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്താണ്, അത് അവന്റെ ആ ബോഡിയുടെ ആ ഒരു എന്താണ് ഒരു പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ ഒരു എപ്പിസോഡിന്റെ ആവശ്യമാണ് അല്ലെ. അപ്പൊ അത് വളരെ ഫണ്ണി ആയിട്ട് നമുക്ക് രസകരമായിട്ടുള്ള ഒരു പിക്ചറൈസേഷനിലൂടെയും ഒക്കെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഈ ബോഡി എന്ന് പറയുന്നത് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തീമായിട്ട് വരുന്നു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബ്രോഡ്ബിംഗാമിൽ വരുമ്പോൾ അവിടെ എങ്ങനെയാണ്, അവിടെയും ഈ ബോഡി എന്ന് പറയുന്ന തീമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഗളിവർ കുറച്ച് ചെറുതും ബാക്കിയുള്ള എല്ലാ താമസിക്കുന്ന ആളുകളൊക്കെ വളരെ വലിയ ഒരു ക്രിയേച്ചർ, ജയൻസ് എന്ന് പറയാം, അതായത് വലിയ രാക്ഷസന്മാരെ പോലെയുള്ള ആളുകളുമാണ്. അപ്പൊ അവിടെയും എന്താണ് നമ്മുടെ ഈ ഒരു ബോഡി എന്ന് പറയുന്ന ആ ഒരു ക്രിയേച്ചർ അല്ലെ ആ ഒരു തീം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് എന്താണ് മോറൽ വേഴ്സസ് ഫിസിക്കൽ പവർ അല്ലെ. അതായത് നമ്മുടെ ഗളിവറിന്റെ ഒരു ഫിസിക്കലി അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ശക്തി കൊണ്ടും മോറൽ പവറും ഇത് രണ്ടും ഈ ഒരു കഥയിൽ ഇമ്പോർട്ടന്റ് ആണ്. അതെങ്ങനെയാണ്, അഡ്വഞ്ചേഴ്സ് ഹൈലൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോറൽ ആൻഡ് ഫിസിക്കൽ പവർ അല്ലെ. നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ എന്താണ് ഷിപ്പ്‌റക്ക് ഉണ്ടായി അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അവിടുന്ന് ഇത് തകർന്ന് അടുത്ത സ്ഥലത്ത് ചെല്ലുന്നു, അല്ലെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ അവിടെ ബുദ്ധിപരമായിട്ടും ഫിസിക്കലി ആയിട്ടും ഉള്ള ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് അല്ലെ. ഫിസിക്കൽ ആൻഡ് മോറൽ പവറും അവിടെ നമുക്ക് അറിയാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗളിവേഴ്സ് advantage over the Lilliputians could lead him to threat humanly. അപ്പൊ ലില്ലിപുട്ടിയൻസിന്റെ അടുത്ത് അദ്ദേഹത്തിന് ജയിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിസിക്കൽ പവർ ആണ് അല്ലെ. അദ്ദേഹം അത്ര വലിയൊരു മനുഷ്യനായതുകൊണ്ടാണ് അവര് അദ്ദേഹത്തിന് അനുസരിക്കുകയും അദ്ദേഹത്തിനോട് ഫ്രണ്ട്ലി ആവാനൊക്കെ ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ അത് ഫിസിക്കൽ പവർ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ ബാക്കിയുള്ള എല്ലാ കഥകളിലും ബാക്കി 4 ആക്ടുകളിലും ഈ ഒരു ഫിസിക്കൽ ആൻഡ് മോറൽ പവർ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു തീമായിട്ട് പറയാം. ഇനി അടുത്തായിട്ട് എന്താണ് ഓണസ്റ്റി അല്ലെ. ഓണസ്റ്റി എങ്ങനെയാണ്, ഗളിവർ portrays the European state as a corrupt institution that used lies and deception to gain and maintain power. ഇനി ഓണസ്റ്റി എന്ന് പറയുന്ന സത്യസന്ധത അല്ലെ. ഈ സത്യസന്ധത എന്ന് പറയുന്ന തീം ഈ ഗളിവർ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഗളിവർ portrays the European state as a corrupt institution. അപ്പൊ ഈ യൂറോപ്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ യൂറോപ്പ് ഒരു ഭയങ്കര കറപ്ഷൻ അല്ലെ, എല്ലാ അഴിമതിയും നടക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഈ ഗളിവറോട് പ്രസന്റ് ചെയ്യുന്നത്. ദാറ്റ് യൂസ് ലൈസ് ആൻഡ് ഡിസെപ്ഷൻ ടു ഗെയിൻ ആൻഡ് മെയിൻറ്റെയിൻ പവർ. എന്തിനു വേണ്ടിയിട്ടാണ്, അവിടെ പവർ അല്ലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഇൻഡിവിജ്വലിസം ആൻഡ് കമ്മ്യൂണൽ സൊസൈറ്റി, അതും എങ്ങനെയാണ്, ദ നോവൽ എക്സ്പ്ലോർസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി അല്ലെ. അപ്പോൾ ഗളിവർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ആണ്, പിന്നെ അദ്ദേഹം ചെന്നെത്തുന്ന ഓരോ സൊസൈറ്റികളിലേക്കാണ് അല്ലെ, ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്കാണ് അദ്ദേഹം ചെന്നെത്തുന്നത്. അപ്പൊ ആ ഒരു ഇൻഡിവിജ്വലും ആ ഒരു സൊസൈറ്റിയും തമ്മിലുള്ള ഒരു എന്താണ് അതിൽ അവരും തമ്മിലുള്ള ആ ഒരു മിംഗ്ലിങ്ങും അവർ തമ്മിലുള്ള ഒരു റിലേഷനും അല്ലെ, അതൊക്കെ എന്താണ് അതുമാണ് നമ്മൾ ഇതിലൂടെ കണ്ടുപിടുന്ന ഒരു മറ്റൊരു തീം എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയേണ്ട ഒരു തീമാണ് ഹ്യൂമൻ എന്ന് പറയുന്നത് അല്ലെ. ഈ ഹ്യൂമൻ നേച്ചർ എങ്ങനെയാണ്, ദ ഡിഫറെന്റ് പീപ്പിൾ ഗളിവേഴ്സ് നീഡ്സ് കാരിക്കേച്ചേഴ്സ് ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ. അപ്പോൾ ഈ ഹ്യൂമൻ നേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗളിവർ എങ്ങനെയാണ്, ദ ഡിഫറെന്റ് പീപ്പിൾസ് അല്ലെ, ഗളിവർ അവരെ ഓരോരുത്തരെയും കാണുമ്പോഴെങ്ങനെയാണ് ഓരോരോ ക്രിയേച്ചേഴ്സ് ആണ് അല്ലെ. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങളാണ് ഗളിവറിന് കിട്ടുന്നത് അല്ലെ. ആദ്യമായിട്ട് ചെല്ലുമ്പോൾ വളരെ ചെറിയ മനുഷ്യരും അവരുടെ ആ ഒരു പേടിയും ബഹുമാനവും ഒക്കെ ആണെങ്കിൽ രണ്ടാമത്തെ സ്ഥലത്ത് ചെല്ലുമ്പോൾ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ക്യാരക്ടറാണ് അല്ലെ. ഗളിവറിനേക്കാൾ വലിയ ആചാരബാഹുവായിട്ടുള്ള മനുഷ്യന്മാരെയാണ് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഓരോ സ്ഥലത്ത് ചെന്ന് വിടുമ്പോഴും ഗളിവറിന് എങ്ങനെയാണ്, അത് ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് ഗളിവർ പറയുന്നു. ഓക്കെ, അപ്പൊ അത്രയുമാണ് ഈ ഒരു ഗളിവേഴ്സ് ട്രാവൽസിലെ പ്രധാനപ്പെട്ട തീമുകളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഗളിവറിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ തീംസ് ആൻഡ് അനാലിസിസ് നമ്മൾ നോക്കി, പിന്നെ ഓരോ ബുക്കിന്റെയും സമ്മറിയും നമുക്ക് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുമ്പോൾ നിങ്ങൾ അത് തന്നെയാണ് പഠിക്കാനുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം, വാട്ട് ഡു ലപ്പൂട്ടിയൻസ് ലൈക്ക് അല്ലെ. ലപ്പൂട്ടിയ എന്ന് പറഞ്ഞ നാട്ടിൽ ചെന്നു, അവിടുത്തെ ആളുകൾ എങ്ങനെയാണ്, ലില്ലിപുട്ടിയൻസ് ചെന്നു, അവിടുത്തെ ആളുകൾ എങ്ങനെയാണ്, ബോർബിയൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോ
ഓക്കെ, അപ്പൊ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹത്തിന് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് വൺ വേർഡുകൾ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ വായിച്ചു നോക്കണേ. ദ 4 പാർട്ട് ഓഫ് ഗളിവേഴ്സ് ട്രാവൽസ് ആർ ഗളിവേഴ്സ് വോയേജ് ടു ലില്ലിപുട്ട്, ബോഡിംഗം, ബേഴ്സ്ലാൻഡ് ആൻഡ് ഹോയ്മൻസ്. അപ്പോൾ ഗളിവറിന്റെ 4 ട്രാവൽസും അല്ലെ, നമ്മൾ ഈ കഥേനെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഈ വൺ വേർഡുകളും കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും അല്ലെ. അപ്പൊ ലില്ലിപുട്ടിയൻസിന്റെ 4 ട്രാവൽസും ഏത് സ്ഥലങ്ങളിലേക്കൊക്കെയാണെന്ന് ആ സ്ഥലത്തിന്റെ പേരുകൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ അടുത്ത ചോദിച്ചിരിക്കുന്നത് ബുക്ക് 1, 2 അല്ലെ, ഫസ്റ്റ് ബുക്കും സെക്കൻഡ് ബുക്കും എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി തേർഡും ഫോർത്തും എന്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഫിൽനാപ്പിനെ കുറിച്ച് ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോക്കി അല്ലെ. അടുത്തതായിട്ട് ഗ്ലൂംഡാൽവിച്ച് ആരാണെന്ന് നോക്കി അല്ലെ. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വൺ വേർഡുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സമ്മറി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. വൺ വേർഡുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞൊരു വൺ വേർഡോട് ചോദിച്ചിട്ടുണ്ട്, ഹൂ ഈസ് ഗ്ലൂംഡാൽക്ലിച്ച്. ഗ്ലൂംഡാൽക്ലിച്ച് ആരാന്ന് ഞാൻ പറഞ്ഞിരുന്നു ക്യാരക്ടർ പറഞ്ഞപ്പോൾ. ആരായിരുന്നു? ഒരു നേഴ്സ് അല്ലെ, ലിറ്റിൽ നേഴ്സ് എന്നൊരു അർത്ഥമുള്ള ഒരു വാക്കാണ് ഗ്ലൂംഡാൽവിച്ച്. അപ്പൊ ആരാണ്? അവിടുത്തെ ഒരു ഫാർമറിന്റെ ഒരു മകളെയാണ് നമ്മൾ ഇവിടെ ഗ്ലൂംഡാൽവിച്ച് എന്ന് പറയുന്നത്. അപ്പം ബ്രോഡ്ബിംഗാമിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഗളിവറിനെ കണ്ടുപിടിച്ച് പരിചരിക്കുന്നത് ഈ പെൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവളെ ലിറ്റിൽ നേഴ്സ് എന്ന അർത്ഥമുള്ള വാക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്താണ്? ഷീ ഈസ് എ 9-year-old ഡോട്ടർ ഓഫ് എ ഫാർമർ. അവിടുത്തെ ഒരു ഫാർമറിന്റെ മകളാണ്. ഹു ഫൈൻഡ്സ് ഗളിവർ ഇൻ ബ്രോഡ്ബിംഗാം. ഗളിവറിനെ ബ്രോഡ്ബിംഗാമിൽ വെച്ച് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഈ ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അത് അപ്പൊ അത് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് പഠിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ പേരും അവരെന്താ ചെയ്യുന്നതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ആ പെൺകുട്ടിയെക്കൂട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഷീ ഈസ് 40 feet tall അല്ലെ, വളരെ ചെറിയൊരു പെൺകുട്ടിയാണ്. ഷീ ടേക്സ് കെയർ ഓഫ് ടൈനി ഗളിവർ ജെന്റലി ആൻഡ് മേക്സ് ഹിം സെവറൽ സീറ്റ്സ് ഓഫ് ടൈനി ക്ലോത്ത്സ് അല്ലെ. അദ്ദേഹത്തിനെ വളരെ കെയർഫുൾ ആയിട്ട് അവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. വെൻ ഹിയർ ഫാദർ റെഡ്യൂസസ് ഗളിവർ ടു എ പബ്ലിക് സ്പെക്ടക്കിൾ ആൻഡ് മേക്സ് എ പ്രോഫിറ്റ് ഔട്ട് ഓഫ് ഹിം, ഷീ ട്രീറ്റ്സ് ഹിം ആസ് എ ടോയ് അല്ലെ. ഒരു ചെറിയ പാവക്കുട്ടിയെ പോലെയൊക്കെയാണ് പെൺകുട്ടി അവനെ ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ആ ഒരു എന്താണ് വൺ വേർഡുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഗളിവർ ഏത് കാറ്റഗറിയിൽ പെട്ട നോവലാണ് നമ്മളോട് ചോദിക്കാം അല്ലെ. ഏതാണ്? ഗളിവർ ഈസ് എ റൊമാൻറ്റിക് നോവൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. റൊമാൻറ്റിക് നോവൽ കൊടുത്തിട്ടുണ്ട്, സറ്റയർ കൊടുത്തിട്ടുണ്ട്, പാരഡി ഓഫ് ട്രാവലോഗ് കൊടുത്തിട്ടുണ്ട്, പ്രോട്ടോ സയൻസ് ഫിക്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് ഏതിലാണ് ഗളിവർ പെടാത്തത്? ഗളിവർ ഒരു ട്രാവലോഗ് ആണ് അല്ലെ, ഒരു യാത്രാ വിവരണമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു സറ്റയർ ആണ് അല്ലെ, ഒരു കളിയാക്കലാണ്, ഇംഗ്ലണ്ടിനെതിരെയുള്ള ഒരു കളിയാക്കലാണ് ഗളിവേഴ്സ് ട്രാവൽസ്. പിന്നെ എന്താണ്? ഒരു പ്രോട്ടോ സയൻസ് ഫിക്ഷൻ അല്ലെ, സയൻസ് ഫിക്ഷൻ ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ ഇതെന്താണ്? ഒരു റൊമാൻറ്റിക് നോവലിൽ പെടുന്ന ഒരു കാറ്റഗറിയിലുള്ളതല്ല. ഓക്കെ, അപ്പൊ ഏത് കാറ്റഗറി ആണെന്ന് നോക്കി വെക്കാം കേട്ടോ. റൊമാൻറ്റിക് അല്ലാന്ന് അറിയാം, ബാക്കി 3 ഇതൊന്നും നോക്കി വെക്കുക. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗളിവറിന്റെ ഗളിവേഴ്സ് ട്രാവൽസ് ഫിലോസഫിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു നമ്മൾ കൂടുതലായിട്ടും നമ്മൾ അതിന്റെ സമ്മറി ഒക്കെയാണ് നോക്കേണ്ടത് അല്ലേ. ഇത് ഒന്ന് എഴുതാനുണ്ടായ സാഹചര്യവും വരാനുണ്ടായ സാഹചര്യമൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എൻലൈറ്റ്മെന്റ് എന്തൊക്കെയാന്ന് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പുത്തൻ ഉണർവ് എന്നാണ് എൻലൈറ്റ്മെന്റിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾ ഓരോ ആക്ടും അല്ലെ, ഇത് 4 ബുക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ബുക്കിനെ തന്നെ അല്ലെ. അപ്പൊ ബുക്ക് 1ഉം 2ഉം എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ബുക്ക് 1ല് എവിടേക്കുള്ളതാണ്? ലില്ലിപുട്ട് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കുള്ളൊരു യാത്രാ വിവരണം അല്ലെ. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തെ ഏത് ഐലൻഡിലേക്കാണ്? നമ്മുടെ ബ്രോഡ്ബിംഗാമിലേക്കുള്ള ഒരു യാത്രാ വിവരണം. മൂന്നാമത്തേത് ലപ്പൂട്ട എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് ഐലൻഡ് അല്ലെ, ഒഴുകി നടക്കുന്ന ദ്വീപ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഐലൻഡിലേക്ക്. ഇനി നാലാമത്തേത് പൂയിനം ഐലൻഡ്. അപ്പോൾ ഈ 4 ഐലൻഡിലേക്കുള്ള ഒരു യാത്രാ വിവരണമാണ്. പിന്നെ അതിനകത്തെ ക്യാരക്ടേഴ്സും നിങ്ങൾ മെയിൻ ആയിട്ടും നോക്കുക കേട്ടോ. ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ കുറിച്ച് തന്നെയാണ് നമ്മളോട് കൂടുതലായിട്ടും ചോദിക്കുക. കാരണം ഞാൻ നെറ്റിലൊക്കെ നോക്കി അല്ലെ, ഇപ്പൊ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ 2-3 എടുത്ത് നോക്കിയപ്പോൾ
കൂടുതലായിട്ടും ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിനെ തന്നെയാണ് കൂടുതലായിട്ടും ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിലുള്ള ക്യാരക്ടേഴ്സിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക. ആദ്യമായിട്ടുള്ളത് ഗളിവർ ഇറ്റ്സെൽഫ് തന്നെയാണ് അല്ലെ, നരേറ്റർ ആണ്, ഗളിവറിനെ കുറിച്ച് തന്നെയാണ്. പിന്നെ ബ്ലൂ ഫുസീഡിയൻസ്, നമ്മുടെ ലില്ലിപുട്ടിയൻസിന്റെ എനിമി ആയിട്ടുള്ള ആളുകള്. പിന്നെ ബ്രോഡ്വിംഗാമിയൻസ്, അവർ ബ്രോഡ്വിംഗാമിൽ താമസിക്കുന്ന ആളുകളാണ്. അവരുടെ ആ ഒരു ഫിസിക്കൽ നേച്ചറും അവരുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ അതിലൂടെ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് അല്ലെ, ലില്ലിപുട്ടിയൻസിന്റെ നേതാവായിട്ടുള്ള ആള്. ആദ്യം അദ്ദേഹം ഗളിവറിനോട് എങ്ങനെയായിരുന്നു, പിന്നീട് ഗളിവറിനോട് എങ്ങനെയാണ് പറഞ്ഞു അല്ലെ. അപ്പൊ അതും അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന്റെ കൂടെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തത് എന്താണ്, ഫ്ലിംനാപ്പ് എന്ന് പറയുന്ന ഒരു ആള് അല്ലെ. ഫ്ലിംനാപ്പ് ആരായിരുന്നു, നമ്മുടെ ലില്ലിപുട്ടിയൻസിലുള്ള ആളാണ്, പക്ഷെ നമ്മുടെ ഗളിവറിന്റെ എനിമി കൂടിയാണ്. പിന്നെ അടുത്ത എന്താണ്, ഗ്ലൂംഡാൽക്ലിച്ച് എന്ന് പറയുന്ന ഒരു ആളുണ്ട് അല്ലെ. ഗ്ലൂംഡാൽക്ലിച്ച് ആരായിരുന്നു, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, ലിറ്റിൽ നേഴ്സ് എന്നാണ് അർത്ഥം. ഒരു ചെറിയ പെൺകുട്ടിയാണ് അല്ലെ. നമ്മുടെ ഗളിവർ ബ്രോഡ്വിംഗാം ചെല്ലുമ്പോൾ ഒരു ഫാർമറിന്റെ മകളായിട്ടുള്ള ഈ ചെറിയ പെൺകുട്ടിയാണ് അദ്ദേഹത്തിനെ കാണുന്നതും പരിചരിക്കുന്നതും ഒക്കെ. ഓക്കെ, അതാണ് ആ പെൺകുട്ടിയുടെ പേര്. അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ, ഗ്ലൂംഡാൽക്ലിച്ച് ആരായിരുന്നു. പിന്നെ അടുത്തായിട്ട് മിസ് മേരി ബാർട്ടൺ ഗളിവർ, അത് അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരാണ്. പിന്നെ അടുത്തായിട്ട് ലില്ലിപുട്ടിയൻസ്. ലില്ലിപുട്ടിയൻസ് നമ്മൾ ആ ദ്വീപിലുള്ള ആ 6 to 5 ഫീറ്റ് അല്ല ഇഞ്ചസ് ടോളായിട്ടുള്ള ചെറിയ മനുഷ്യന്മാരെയാണ് നമ്മൾ ലില്ലിപുട്ടിയൻസ് എന്ന് പറയുക. അവര് എന്താണ്, അവരുടെ ബ്ലൂ ഫുസീഡിയൻസുമായിട്ട് ശത്രുതയല്ല അല്ല, അവരെ എനിമീസ് ആണെന്ന് പറയാം. അപ്പൊ അത്രയുമാണ് ക്യാരക്ടേഴ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതിന്റെ തീംസും നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഗളിവേഴ്സ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് ഓരോ ചാപ്റ്ററിലും കൊടുത്തിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിലും വലിച്ചു നീട്ടി കൊടുത്തിരിക്കുന്നത് ഞാൻ വളരെ ഷോർട്ടാക്കി പറഞ്ഞുള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ ടെക്സ്റ്റ് നല്ലോണം ഒന്ന് വായിച്ചു നോക്കുക, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് വില്യം കോൺഗ്രീവിന്റെ ദ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ഒരു നോവലാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയാണ്, വില്യം കോൺഗ്രീവിന്റെ ലൈഫ് ആൻഡ് വർക്കാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ലൈഫ് ആൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ വർക്കുകളൊന്നും ഒരുപാട് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. അദ്ദേഹം ഏത് പീരീഡിലുള്ള റൈറ്ററാണ്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കുറച്ച് വർക്കുകളുടെ പ്രത്യേകത എന്നൊക്കെ നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ, വില്യം കോൺഗ്രീവ് വാസ് ആൻ ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റ് ഹു ഷേപ്ഡ് ദ ഇംഗ്ലീഷ് കോമഡി ഓഫ് മാനേഴ്സ് through his brilliant comic dialogues. Of his major plays were The Old Bachelor, The Double Dealer, Love for Love and The Way of the World. അപ്പോൾ ഈ വില്യം കോൺഗ്രീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഡ്രാമാറ്റിസ്റ്റ് ആയിരുന്നു. ഓക്കെ, ഇംഗ്ലീഷ് നാടകകൃത്തായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു കോമഡി ഓഫ് മാനേഴ്സ് അല്ലെ, കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രാമകളൊക്കെയാണ് അദ്ദേഹം എഴുതിയിരുന്നത് അല്ലെ. അപ്പൊ ഈ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെന്നാണ്, സൊസൈറ്റിയിലുള്ള ആളുകളുടെ രീതികൾ അല്ലെ, ആ രീതികളെയൊക്കെ കളിയാക്കിക്കൊണ്ടും ആ രീതികളെ പരിഹസിച്ചും അതിനെ തുറന്നു കാണിക്കാനൊക്കെ വേണ്ടി എഴുതുന്നതാണ് ഈ കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട വർക്കുകൾ. അപ്പൊ അദ്ദേഹത്തിന്റെ വർക്കുകൾ കൂടുതലും എങ്ങനെയായിരുന്നു, ഈ കോമഡി ഓഫ് മാനേഴ്സ് ആയിരുന്നു അല്ലെ. അവിടെ ആളുകളുടെ രീതികൾ അല്ലെ, മാനറിസംസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന വർക്കുകളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇമ്പോർട്ടന്റ് വർക്കിൽ പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ്, ദ ഓൾഡ് ബാച്ചിലർ, ദ ഡബിൾ ഡീലർ, ലവ് ഫോർ ലവ് ആൻഡ് ദ വേ ഓഫ് ദ വേൾഡ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളിൽ ഒന്നായിട്ടുള്ള വേ ഓഫ് ദ വേൾഡ് ആണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി കോൺഗ്രീവ് ഈസ് ദ ഔട്ട്സ്റ്റാൻഡിംഗ് റൈറ്റർ ഓഫ് ദ ഇംഗ്ലീഷ് കോമഡി ഓഫ് മാനേഴ്സ്, മാർക്കറ്റ്ലി ഡിഫറെന്റ് ഇൻ മെനി റെസ്പെക്ട് ഫ്രം അതേഴ്സ് ഓഫ് ഹിം പീരീഡ് ഓഫ് ദ ഡ്രാമ. അദ്ദേഹത്തിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഈ കോമഡി ഓഫ് മാനേഴ്സ് എഴുതിയതിൽ അദ്ദേഹം വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു എഴുത്തുകാരനാണ് നമുക്ക് പറയാം. Talking as it does main theme the manners and behavior of the class to which it was addressed. അപ്പോൾ അദ്ദേഹം ബിലോങ് ചെയ്യുന്ന, അദ്ദേഹം ഏത് സൊസൈറ്റിയിൽ നിന്നാണോ വരുന്നത് ആ ഒരു ഗ്രൂപ്പിന്റെ മാനറിസംസ് അല്ലെ, അവിടുത്തെ ആളുകളുടെ സ്വഭാവ രീതികൾ, അവരുടെ സ്വഭാവ സവിശേഷതകളൊക്കെയാണ് അദ്ദേഹം ഈ ഒരു നാടകത്തിലൂടെയൊക്കെ പോർട്രേ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങളൊക്കെ എന്താണ്, കോമഡി ഓഫ് മാനേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റലോഗിൽ ഉൾപ്പെടുന്നതാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ കോമഡി ഓഫ് മാനേഴ്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് വേ ഓഫ് ദ വേൾഡ് അല്ല, നമുക്ക് പഠിക്കാനുള്ള വർക്കാണ്. ഇറ്റ് ഈസ് അബൌട്ട് 2 ലവേഴ്സ്. ഈ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, 2 ലവേഴ്സിനെ കുറിച്ചുള്ള കഥയാണ്. മിറാബൽ ആൻഡ് മിലാമൻ ഫൈൻഡിങ് വേസ് ടു മാരി ഈച്ച് അതർ
ആൻഡ് നോട്ട് ലോസിങ് ദ ഇൻഹെറിറ്റൻസ്. അപ്പോൾ മിരാബൽ ആൻഡ് എന്താണ് മിലാമഞ്ച് എന്ന് പറയുന്ന രണ്ട് ആളുകളെ കുറിച്ചുള്ള കഥയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? ഫൈൻഡിങ് വേസ് ടു മാരി ഈച്ച് അതർ ആൻഡ് നോട്ട് ലൂസിങ് ദ ഇൻഹെറിറ്റൻസ്. അവരുടെ സ്വത്തും അവകാശങ്ങളും ഒന്നും നഷ്ടപ്പെടാതെ അവർ പരസ്പരം വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള വഴികളാണ് അവർ ആലോചിക്കുന്നത്. ദ സ്റ്റോറി ഈസ് ഫുൾ ഓഫ് ക്യാരക്ടേഴ്സ് ഹു ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഇൻ സം വേ ഓർ അനദർ. അപ്പൊ ഇതിനകത്തുനിന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കഥയാണ് കേട്ടോ. അതായത് നമ്മൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിനകത്ത് വരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ഒരു 10-35 ക്യാരക്ടേഴ്സ് എങ്ങാണ്ട് ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ ഡ്രാമ വായിക്കുന്ന പോലെ നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. കാരണം ഒരു ക്യാരക്ടർ വന്ന് എനിക്ക് അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അടുത്ത ക്യാരക്ടർ വന്നിട്ട് ഇത് എന്റെ അമ്മാവന്റെ മോളാണെന്ന് പറയും. അപ്പൊ അടുത്ത ആൾ വന്നിട്ട് പറയും ഇവര് രണ്ടുപേരുമായിട്ട് ഞാനന്ന് പഠിച്ചതാണ്, അപ്പൊ ഇവരെ എനിക്കറിയാം, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഇതിന് പോവാണെന്ന് പറഞ്ഞ് കൂട്ടിക്കണ്ടു. അങ്ങനെ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചിരിക്കും നമ്മൾ ഇത് അവന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റിലേഷനൊക്കെ കണ്ടുപിടിക്കും. അപ്പൊ അതുപോലെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് നമ്മൾ ഇരുത്തി ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ വളരെ കോംപ്ലിക്കേഷൻ നിറഞ്ഞ ഒരു കഥയാണ് ഈ വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഒരു എന്താണ് ഇതിന്റെ സമ്മറി എന്നറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഇനി മോറോവർ ഇറ്റ് ഓൾസോ എക്സ്പോസസ് സം ഓഫ് ദി ഡാർക്ക് സീക്രട്ട് ഓഫ് ദി ക്യാരക്ടേഴ്സ്. അതുകൂടാതെ ഈ പറയുന്ന ക്യാരക്ടേഴ്സിനൊക്കെ എന്തെങ്കിലും ഒരു രഹസ്യ സ്വഭാവം കൂടി ഉണ്ടാവും. അപ്പോൾ ഈ അടുത്ത ക്യാരക്ടർ അറിയാണ്ട് ഇപ്പോഴത്തെ ക്യാരക്ടർ അത് വെളിവാക്കുന്നു. അപ്പൊ അതറിയാവുന്ന വേറൊരാൾ വരുന്നു, പിന്നെ ഇവര് രണ്ടുപേരും കൂടി അവരെ അറിയിക്കാതെ നോക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു എന്താണ് ടോം ആൻഡ് ജെറി കളി പോലെയുള്ളൊരു ഡ്രാമയാണ് നമ്മുടെ ഈ ഒരു വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് കേട്ടോ. കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമ്മളിങ്ങനെ വായിച്ച് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇരിക്കേണ്ടി വരും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. The play is a comedy of manners. Moreover, it gives a satirical take on approached mannerism and shortcoming of the privileged classes. അതുകൊണ്ട് തന്നെ ഇതെന്താണ് കോമഡി ഓഫ് മാനേഴ്സിൽ പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ആ സൊസൈറ്റിയിലുള്ള ആളുകളുടെ സ്വഭാവങ്ങളൊക്കെ, അപ്പൊ അവർക്ക് ഒരുപാട് സീക്രട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇതിനകത്തോടി വെളിവാക്കപ്പെടുന്നുണ്ട് കേട്ടോ. ഡിസെപ്ഷൻ, ഗ്രീഡ് ആൻഡ് ലവ് ആർ കോമൺ ത്രൂ ഔട്ട് ദ വേ ഓഫ് ദ വേൾഡ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വേ ഓഫ് ദ വേൾഡിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. കൂടുതലായിട്ടും ലവ്, മാരേജ് അല്ലെ, റിലേഷൻ, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും കുഴഞ്ഞു പോകുന്ന ഒരു കഥയാണ്. അതുപോലെ തന്നെ ഇതിന്റെ സമ്മറി വളരെ കഷ്ടപ്പെട്ട് വേണം നമ്മൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് കേട്ടോ. അതും അങ്ങനെ തന്നെയാണ് ആക്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ് സെക്ഷൻസ് ആയിട്ട് തിരിച്ച് ഞാനൊരു സമ്മറി എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗളിവേഴ്സ് ട്രാവൽസിന്റെ കഥ നിങ്ങൾ വായിച്ചു നോക്കുക. അതുപോലെ തന്നെ സമ്മറി വായിച്ചാൽ മതി കേട്ടോ. സമ്മറി വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, അതിനകത്ത് നിന്ന് എഴുതാനായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അതിനകത്തെ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുക കേട്ടോ. സമ്മറി അറിയാവുന്നത് കൊണ്ട് മാത്രം നമുക്ക് അതിന് ആൻസർ ചെയ്താൻ പറ്റുന്നില്ല. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കൊരു പരിചയം വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതിനകത്തെ ക്യാരക്ടറിസ്റ്റിക്സ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, ആദ്യം ബുക്ക് 1 എടുക്കുക, സമ്മറി പഠിക്കുക, പിന്നീട് അതിന്റെ ക്യാരക്ടേഴ്സ് നോക്കുക കേട്ടോ. പിന്നെ അതിനകത്ത് രണ്ടാമത്തെ ആക്ട് അല്ലെ, രണ്ടാമത്തെ ബുക്ക് എടുക്കുക, അതിന്റെ സമ്മറി വായിക്കുക, അതിനകത്ത് വരുന്ന ക്യാരക്ടർ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് തീർക്കാൻ പറ്റും. ഇതിനകത്തെ ക്യാരക്ടേഴ്സ് ഒന്നും പെട്ടെന്ന് കുഴപ്പമൊന്നുമില്ല. ട്രാവലോഗ് ആയതുകൊണ്ട് ഓരോ ഐലൻഡിൽ നടന്ന ഇൻസിഡന്റുകളാണ്. അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, നമുക്ക് ഓർത്തിരിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ആ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടുക. ഓക്കെ, നമുക്ക് വേ ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. Okay, thank you.